ഹായ്, അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസൊക്കെ എവിടം വരെയായി? നമ്മുടെ ക്രിസ്മസ് പടിവാതിലെത്തി നിൽക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഈ വർഷത്തെ ക്രിസ്മസ് അന്നൂനും അർജുനൻ്റെ നാട്ടിലാണ്. അവിടെ കരോളും കൂട്ടുകാരും കേക്കും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനാണ് അവരുടെ പ്ലാൻ. സോ അതിനു മുമ്പ് നമ്മുടെ വകയൊരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ലുലുവിൽ വന്നതാണ് കേട്ടോ. ലുലുവിൽ ഈ ഒരു ഡെക്കറേറ്റഡ് പീസ് കണ്ടോ? ഏത് സെലിബ്രേഷൻ ആയിക്കോട്ടെ ലുലുവിൽ ഇങ്ങനെ ഒരു ഡെക്കറേറ്റഡ് പീസ് അവിടെ ഉണ്ടാവും, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. ഇതിനു വേണ്ടി അവരിടുന്ന എഫേർട്ട് ഭയങ്കര വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ കണ്ട് കറങ്ങി നടക്കുന്നതിനിടയ്ക്കാണ് അർജുനന് ഒരു റെഡ് ടീഷർട്ട് വേണം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കയറിയത്. പക്ഷേ അവിടെ നടക്കുന്ന ഷോ ഞങ്ങളുടെ രണ്ടുപേരുടെയാണ് കേട്ടോ, എൻ്റെയും അന്നുവിൻ്റെയും. അങ്ങനെ ഷോയൊക്കെ ചെയ്ത് ഞങ്ങൾ കറങ്ങി അടിച്ച് കുറേ നേരമൊക്കെ അവിടെ നടന്നു. കുറേ നേരം എന്ന് വെച്ചാൽ 1 മണിക്കൂർ. ഞങ്ങൾ നല്ല ഷോർട്സിലും റീൽസിലും പറ്റിയതൊക്കെ ഉണ്ടോയെന്ന് നോക്കി, പക്ഷേ ഫ്ലോപ്പായി പോയിട്ടോ. നല്ല ക്രൗഡായിരുന്നു. ഞങ്ങൾ എവിടെ ചെന്നാലും അവിടെ ഭയങ്കര ക്രൗഡ് അപ്പം വരും. എന്തായാലും ഞങ്ങൾ 1 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് എല്ലാവർക്കും അതിന് ശേഷം ഭയങ്കര ബിസി ആയിട്ടുള്ള ഷെഡ്യൂളായിരുന്നു ഇന്ന്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ലൈറ്റ് പീസൊക്കെ കണ്ടോ? എന്ത് രസമായിരിക്കും രാത്രിയിൽ വരുമ്പോൾ. ഈ വർഷത്തെ രാത്രി കാഴ്ച ശരിക്കും മിസ്ഡാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ MRFൽ ഫുഡ് കഴിക്കാൻ കയറി. ലഞ്ച് അവർക്കൊരു ട്രീറ്റ് കൊടുക്കണമല്ലോ ക്രിസ്മസിന്. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അന്നു ദേ പിണങ്ങിയിരിക്കുകയാണ്. എന്തോ ജ്യൂസ് വേണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ജ്യൂസ് മതി എന്നുള്ളത് പറഞ്ഞതിന് വാശി പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനൊരു മട്ടൻ ബിരിയാണി, കുഴിമന്തി, ചിക്കൻ ബിരിയാണി, ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. ഫുഡ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളൊരു ഫുഡ് റിവ്യൂ അല്ലല്ലോ പറയുന്നത്. ഏത് ഫുഡും ട്രൈ ചെയ്യുക, നല്ലതാണെങ്കിൽ കഴിക്കുക, വീണ്ടും അവിടെ കയറുക, അതല്ലെങ്കിൽ അവിടെ കയറാതിരിക്കുക. പിന്നെ ചില ഫുഡ് നന്നാവും, ചില ഫുഡ് നന്നാവില്ല ഒരേ സ്ഥലത്ത് തന്നെ. എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഓരോ വ്യത്യസ്തമായ ടേസ്റ്റുകൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ ഫുഡ് ഓർഡർ ചെയ്താലും മിക്സപ്പ് ആയിട്ടാണ് ചെയ്യാറ്. അതായത് ഒരു ഐറ്റം ഒരാൾ ഓർഡർ ചെയ്താൽ അത് എല്ലാവർക്കും കഴിക്കാമല്ലോ, എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യാറ്. ഞങ്ങളെല്ലാവരും ഫുഡ് നന്നായിട്ട് കഴിക്കുന്നവരുമാണ് കേട്ടോ. എന്നുവെച്ചാൽ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവർക്ക് ഇഷ്ടമായിട്ടോ. ക്രിസ്മസിന് നല്ലൊരു ട്രീറ്റായിട്ട് അവർക്ക് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പുറത്ത് കൊണ്ടുപോയി ഫുഡ് കഴിക്കുന്നത് അവർക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെ പോയാലും പുറത്തുനിന്നൊരു ഫുഡ് കഴിക്കൽ അവരുടെ പതിവായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗത്ത് നിന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം ഈ മധുരമുള്ള ജീരക മിഠായി ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അതിനുശേഷം അവിടെ ഡെക്കറേറ്റഡ് കേക്കും വൈനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ചെറിയ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇന്നെടുത്ത ഫോട്ടോസ്. എല്ലാം നല്ലതായിട്ടൊന്നുമില്ല, എന്നാലും ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്കും കാണാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.